വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൊടികൾ ഇല്ലാതിരുന്നത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അതിൽ ജനങ്ങൾ എന്ത് പറയുന്നു? നമ്മളിവിടെ കണ്ടതാ പ്രവർത്തകർ കൊടിയായിട്ട് വരുന്നതും പിന്നെ അത് ഊരി പോക്കറ്റിലിട്ടിട്ട് വെറും വടിയായിട്ട് തിരിച്ചു പോകുന്നു. ശരിക്കും അവർ തന്നെ അവരെന്താണ് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്നുള്ളത് റീതിങ്ക് ചെയ്യണം. ഒന്നില്ലെങ്കിൽ കൊടി മാറ്റുക, അല്ലെങ്കിൽ മുന്നണി മാറ്റുക. കൊടിയിലല്ല ഞങ്ങൾ ഐക്യം കിടക്കുന്നത്. ഞങ്ങൾ സഹകരിച്ച് ഈ ഇലക്ഷൻ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് കാണുന്ന കാഴ്ചപ്പാട്. രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുമ്പോൾ അബ്ബാസ് അലി തങ്ങളെ മുഖേനയാണ് കൊടുക്കുന്നത്. അതന്നെ ലീഗിന് കിട്ടുന്ന ഏറ്റവും വലിയ, കോൺഗ്രസിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവരെ കൊടി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതൊരു പാർട്ടി ആയാലും ആ കൊടി കാണിക്കാതെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ലീഗിന് ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ അത് അവരെ ഗതികേടാണ്. അവർ ഒന്നും കൂടി ആലോചിക്കേണ്ട സമയമാണ് ഇത്. ലീഗ് കോൺഗ്രസിന് എന്തിനാണ് ഇതിങ്ങനെ താങ്ങി നിൽക്കുന്നത്? ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുക, അതിൻ്റെ നായകനായ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ലോക്സഭയിൽ എത്തിക്കുക, അതല്ലാതെ ഒരു ലക്ഷ്യവും ഇവിടുത്തെ UDF പ്രവർത്തകർക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ഒരു ചർച്ചയോ വിവാദമോ ഒന്നും ഇവിടെ ഇല്ല, അന്തരീക്ഷത്തിലില്ല. കോൺഗ്രസിനേക്കാൾ കൃത്യമായി ഗ്രാസ് റൂട്ട് ലെവലിൽ പണിയെടുക്കുന്നതും കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൊണ്ട് മാത്രമാണ് ഈ നിയോജകമണ്ഡലത്തിൽ ഇത്ര വലിയൊരു വിജയം ഉണ്ടാകുന്നത്. ആ മുന്നണി പോരാളികൾക്ക് കൊടി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയെയും അവരുടെ പ്രവർത്തനത്തെയും പിന്നെ ഈ തീരെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുക. നമുക്ക് രാജ്യം സംരക്ഷിക്കാനും മറ്റുള്ള പാർട്ടിൻ്റെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഇലക്ഷൻ അല്ലത്. അപ്പോൾ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കൊടി മാത്രമല്ല ജീവൻ തന്നെ കൊടുക്കാനും മുസ്ലിം ലീഗ് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്.